ഹായ്. ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയത് നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് അഫക്റ്റ് ചെയ്യുന്നത് ഒരിക്കലും PR ഉള്ളവരെയും സിറ്റിസൺഷിപ്പ് ഉള്ളവരെയും മാത്രമല്ല, സാധാരണ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയും ടെമ്പററി വിസയിൽ ഇവിടെ നിൽക്കുന്നവരെയും അത് അഫക്റ്റ് ചെയ്യും. അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി വീട് സ്വന്തമായിട്ടുള്ള ലാൻഡ് ലോഡിൻ്റെ മോർട്ട്ഗേജ് ഉണ്ടെങ്കിൽ അവരുടെ റീപേയ്മെൻറ്റ് കൂടും. അപ്പോൾ അത് ഇൻഡയറക്റ്റ്ലി റെൻറ്റ് കൂടാനുള്ളൊരു ചാൻസസ് ഉണ്ട്. പിന്നെ ഇൻഫ്ലേഷനും ഹൈ ആയി നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടിനും, അതായത് ഫ്യൂവലിന് ഓൾറെഡി വാറിൻ്റെ കേസിൽ നല്ല എക്സ്പെൻസ് ഉണ്ട്. നന്നായിട്ട് ഇപ്പം പല സ്ഥലത്തും $1 വെച്ചൊക്കെ കൂടിയെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ഗ്രോസറീസിനെയും അത് ഡയറക്റ്റ്ലി ബാധിക്കും. അതുകൊണ്ട് RBIയുടെ ഇൻട്രസ്റ്റ് ഹൈക്ക് ഒരിക്കലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ഇവിടെ നിൽക്കുന്നവരെയും ബാധിക്കില്ല എന്ന് വിചാരിക്കുന്നത് ശരിക്കും ഒരു തെറ്റായ ധാരണയാണ്. നമ്മളെല്ലാവരെയും ബാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബാങ്കുമായിട്ട് റീപേയ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ആ റീപേയ്മെൻറ്റ്സിനെയും അത് ബാധിക്കും. അപ്പം ഇതങ്ങനെ പാനിക്കാവേണ്ട സിറ്റുവേഷനൊന്നുമല്ല. പറ്റുമെങ്കിൽ ഇത് സ്മാർട്ടായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി EMIs ഒക്കെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി എക്സ്ട്രാ റീപേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ള EMI ആണെങ്കിൽ അത് എക്സ്ട്രാ റീപേയ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക. എന്നിട്ട് അതിനെ മാനേജബിളായി നിർത്തുക. താങ്ക് യു.